2 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അയ്യനെ കാണാൻ ശബരിമല കയറാൻ പോകുന്നു. ഇടയ്ക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നാറുണ്ടെങ്കിലും സാഹചര്യം അതിന് സമ്മതിച്ചില്ല. പിന്നെ അയ്യപ്പനും കൂടെ വിചാരിക്കണമല്ലോ. ഇത്തവണ അയ്യപ്പൻ കനിഞ്ഞുവെന്നാണ് തോന്നുന്നത്. ഇതിനു മുന്നേ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പോയിരിക്കുന്നത്. അന്നൊക്കെ മാലയിടുക, ശബരിമലയിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് ഒരു ആഘോഷം പോലെയായിരുന്നു. കുറേ പ്രിവിലേജ് ഉണ്ട് മാലയിട്ടാൽ. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് അടിക്കില്ല, വഴക്ക് പറയില്ല, കൂട്ടുകാർ വഴക്കിടില്ല. കാരണം മാലയിട്ട ആളോട് ദേഷ്യപ്പെട്ടാലോ അടിച്ചാലോ അയ്യപ്പനെ അല്ലെങ്കിൽ ദൈവത്തെ അടിക്കുന്നത് പോലെയാണ്. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ വിശ്വാസം. കൂട്ടുകാരുമൊത്ത് പുലർച്ചെ കുളിക്കാൻ പോകുന്നതും കുളത്തിൽ മുങ്ങി നിവർന്ന് ധനുമാസ തണുപ്പിൽ ശരണം വിളിക്കുന്നതുമൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. കുളി കഴിഞ്ഞ് തണുപ്പ് മാറാൻ ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് തീ കായുമായിരുന്നു. അതുപോലെ തന്നെ രസകരമായ ഒരു കാര്യമാണ് സ്വാമിമാരുടെ വീട്ടിലുള്ള വൈകിട്ടുള്ള അന്നദാനം. ഓരോ ദിവസവും ഓരോ വീട്ടിലായിരിക്കും അന്നദാനം ഒരുക്കുക. ആ നാട്ടുകാർ മൊത്തം ആ വീട്ടിൽ ഉണ്ടാകും. സ്വാമിമാർക്ക് വിളമ്പിയിട്ടേ മറ്റുള്ളവർ കഴിക്കാറുള്ളൂ. അന്നദാനം എന്ന് പറയുമ്പോൾ സദ്യയൊന്നും ആയിരിക്കില്ല. ഉപ്പുമാവും ഇഡ്ഡലിയും പിന്നൊരു പഴവും കാണും. ഇന്ന് ഇതൊക്കെയുണ്ടോ എന്നറിയില്ല. എന്തായാലും സ്വാമി ശരണം.